ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ജെറുസലേമിലെ എൻകരേമിലേക്കാണ് കേട്ടോ. അവിടുത്തെ പ്രത്യേകതകൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാം ക്ഷേത്ര കാലഘട്ടത്തിന്റെ അവസാനത്തിൽ എൻകരേം ഒരു പ്രധാന യഹൂദ ഗ്രാമമായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇത് ക്രിസ്തുമതത്തിന് പ്രധാനമായി തീർന്നിരിക്കുകയാണ്. എന്താണ് കാരണമെന്നല്ലേ? അത് നമ്മുടെ ലൂക്കോസിന്റെ ബൈബിൾ വാക്യത്തെ തുടർന്ന് നമ്മുടെ സ്നാപക യോഹന്നാൻ ജനിച്ചത് എൻകരേമിലാണ്. ഓക്കെ, അപ്പം മാത്രമല്ല, നമ്മളുടെ മാതാവ് യേശുക്രിസ്തുവിന്റെ അമ്മയായ മാതാവ് എൻകരേമിലേക്കാണ് വന്ന് എലിസബത്തിനെ സന്ദർശിച്ചതെന്നാണ് ക്രിസ്ത്യൻ പാരമ്പര്യം പറയുന്നത്. ബേത്ലഹേമിലും ജെറുസലേമിലും ഇടയിലുള്ള സ്ഥലമായതിനാൽ ഈ സ്ഥലം തീർത്ഥാടനത്തിന് വളരെ സൗകര്യപ്രദമാണ്. ഈ പ്രദേശത്തിൽ നിരവധി പള്ളികളും ആശ്രമങ്ങളും ഉണ്ട്. നമ്മൾ വീട്ടിലിരുന്ന് ചൊല്ലാറില്ലേ പ്രാർത്ഥന, നന്മ നിറഞ്ഞവളെ സ്വസ്തി, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. ഓക്കെ, അത് പറഞ്ഞത് എലിസബത്താണ്. മാതാവ് എലിസബത്തിനെ കാണാൻ ചെന്നപ്പോഴത്തേക്കും എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളാണ്: നിന്റെ ഗർഭഫലവും, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. അത് തന്നെയല്ല, മാതാവിൻ്റെ വന്ദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു തുള്ളിച്ചാടി എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് നമ്മുടെ മാതാവ് എലിസബത്തിനോട് പറയുന്നത്, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഈ മതിലെ മുഴുവനും കൊടുത്തിരിക്കുന്നത് ദൈവവചനമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 45 മുതലുള്ള വാക്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ മാതാവും എലിസബത്തും നിൽക്കുന്ന രണ്ട് പ്രതിമകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ മാതാവ് കഴുതപ്പുറത്ത് വരുന്ന ഒരു ചിത്രം, ഒരു ഗ്രോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ദൈവവാക്യം മലയാളത്തിലും എഴുതി ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 45 മുതലുള്ള വാക്യങ്ങൾ നമുക്കിവിടെ മലയാളത്തിലും കാണാനായിട്ട് സാധിക്കും. പള്ളിക്കകത്ത് തന്നെ 2-3 ഗ്രോട്ടോ വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് നമ്മുടെ യേശുക്രിസ്തു, അതായത് യേശുക്രിസ്തു ജനിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ രാജാവായിരുന്ന ഹെറോദേവ് 2 വയസ്സിനുള്ള 2 വയസ്സിൽ താഴെ പ്രായമുള്ള ആൺകുഞ്ഞുങ്ങളെ കൊല്ലണമെന്ന് നിയമം വെച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രോട്ടോയാണ് കണ്ടത്. അതിൽ ദൂതൻ നമ്മുടെ യേശുക്രിസ്തുവിനെയും മാതാവിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് നമ്മുടെ മാതാവ് എലിസബത്തിനെ സന്ദർശിക്കുന്ന മനോഹരമായ ഒരു ഗ്രോട്ടോ, നല്ല ഭംഗിയാണ് അത് വരച്ചിരിക്കുന്നത്, നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അവിടെ 2-3 ആർച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു അൾത്താര, അവിടെ യേശുക്രിസ്തുവിന്റെ ഒരു ക്രൂശിത രൂപം നമുക്ക് കാണാം. യേശുക്രിസ്തുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ദൈവവചനത്തിന്റെ സാക്ഷ്യമായിരുന്നു സ്നാപക യോഹന്നാൻ. ഈ സ്നാപക യോഹന്നാനിൽ നിന്നുമാണ് യേശുക്രിസ്തു ജോർദാൻ നദിയിൽ ചെന്ന് സ്നാനം സ്വീകരിച്ചതെന്നാണ് ബൈബിൾ പറയുന്നത്. സക്കറിയ, സ്നാപക യോഹന്നാന്റെ അപ്പനായ സക്കറിയ ഒരു പുരോഹിതനുമായിരുന്നു, സമ്പന്നനുമായിരുന്നു. അദ്ദേഹത്തിന് എൻകരേമിൽ 2 ഭവനങ്ങൾ ഉണ്ടായതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ചൂടുള്ള സമയത്ത് അവർ ഈ മലഞ്ചെരുവിലുള്ള ഈ വീട്ടിലാണ് വന്ന് താമസിച്ചിരുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ സ്നാപക യോഹന്നാൻ ജനിച്ചത് താഴ്വരയിലുള്ള വീട്ടിലാണെന്നാണ്
പറയുന്നത്. നമുക്കിതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എൻകരീം എന്നാൽ മുന്തിരിത്തോട്ടങ്ങളുടെ വസന്തം എന്നാണ് അർത്ഥം. ഇവിടെ ധാരാളം മുന്തിരിത്തോട്ടങ്ങളും മരങ്ങളും ഒക്കെയുള്ള ഒരു ശാന്തമായ സ്ഥലമാണിത്. ഇവിടെയാണ് സ്നാപക യോഹന്നാൻ ജനിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ബർത്ത് പ്ലേസ് ഓഫ് ജോൺ ബാപ്റ്റിസ്റ്റ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുകയാണ് ഈ പള്ളിയിൽ. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് സ്നാപക യോഹന്നാൻ ജനിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.
എൻകരയം ഗ്രാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ വെള്ളം നൽകുന്ന ഒരു നീരുറവ, ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവ ഇവിടെയുണ്ട്. ഈ നീരുറവയിൽ നിന്നും നമ്മുടെ മാതാവ് വെള്ളം കുടിച്ചു എന്നാണ് മറ്റൊരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ നീരുറവ അറിയപ്പെടുന്നത് മേരി സ്പ്രിംഗ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.